ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളിതിന് മുമ്പ് കുറച്ച് 2-3 ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സൂപ്പർ ഫാസ്റ്റ് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും ഒരു ഈസി ആയിട്ടുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് 4 സവാള ഒരു ഫ്രൈ ചെയ്തെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് 1 കിലോ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചെടുത്തേക്കാണ്. പിന്നെ അതിലേക്കൊരു 3 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ചപ്പും പൊതിനി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഈ ഒരു കപ്പിന് 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പ് തന്നെ 7 കപ്പ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സാജീരകമല്ലേ അത്. പിന്നെ ഒരു കഷ്ണം പട്ട ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2-3 ഗ്രാമ്പൂ, അതേപോലെ ഏലക്കായ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളം വെട്ടി തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്പുറത്ത് അടുപ്പിൽ ഈ ഒരു റൈസും കൂടെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് ബിരിയാണി എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ റൈസ് ഊറ്റിയെടുത്തിട്ടാണ് ചെയ്തത്. ഇത് നമ്മൾ നെയ്ച്ചോറ് പോലെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ ആ വെള്ളത്തിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ബിരിയാണി വെക്കാനുള്ള ഈ ഒരു ചെമ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം അതിൽ എനിക്ക് ഈ അരി കുറച്ച് കൂടുതലാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വലിയൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു റൈസ് വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടല്ല ഇട്ട് ചെയ്യുന്നത്, തീയൊന്നും കത്തിക്കേണ്ട അതിന് മുമ്പാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ പിന്നെ ബിരിയാണി മസാല വേറെ ചേർക്കുന്നില്ല, ഗരം മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊന്ന് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു ക്രീമി പരുവാവുന്ന ആ ഒരു തരത്തിൽ നമ്മളിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലൈമ് ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈക്കൊണ്ടൊന്ന് പൊടിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാളയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക. നന്നായിട്ട് ചിക്കനും ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഇത് മാത്രം, കുരുമുളക് പൊടിയും ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ്.
അപ്പോൾ അത് അവിടെ റെഡിയാക്കി വെച്ചു. ആ സമയം കൊണ്ട് നമ്മുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഓവർ കുക്കാവരുത് കേട്ടോ, ഒരു 3/4 വേവ് മതി. അപ്പോൾ ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ ഒരു റൈസ് ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ റൈസൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മൾ ആദ്യം റൈസ് വെച്ച ഈ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നെയ്യ് ഇതിൻ്റെ ചുറ്റുഭാഗത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളടുത്ത് വേറെ പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. ഞാൻ ഇത് തന്നെ ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് താഴെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഈ ഒരു മസാലക്കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ റൈസ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ഈ ഒരു കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ചിക്കൻ വേവിക്കാത്ത ചിക്കനാണ്. നേരെ മസാല ഒന്നും വാട്ടിയിട്ടൊന്നുമില്ല, നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ആ ഒരു ചിക്കൻ വേവുന്നത് വരെ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മല്ലിയില ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സവാള കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സവാള ഇട്ട് കൊടുത്തു. അതിന് ശേഷം പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് കറക്റ്റ് ഒരു 25 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഗ്യാസിൽ ഏറ്റവും സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ഒരു 25-30 മിനിറ്റോളം ഇതുപോലെ വെക്കുക. അതിന് ശേഷം നമുക്കിത് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ കറക്റ്റ് 25 മിനിറ്റ് ആയപ്പോൾ ഞാൻ അത് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബിരിയാണി സൂപ്പർ ഫാസ്റ്റ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ റൈസൊക്കെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിന്ന് വിരുന്നേരുണ്ട് കേട്ടോ. അപ്പോൾ വിരുന്നേരൊക്കെ വന്നപ്പം വെച്ചതായിരുന്നു ബിരിയാണി. അപ്പോൾ ഇനി ഇത് അവർക്കൊക്കെ ഒന്ന് കൊടുക്കട്ടെ. അതാ മക്കളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.